നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 50 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ല. ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ അഗ്രഹാരത്തിന്റെ അഗ്നിബാധ. 1/2 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമെന്ന പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ പരിശോധന തുടരുന്നു. അറബിക്കടലിൽ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേസിന് പകരം ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാനും തീരുമാനം. ജലനിരപ്പ് താഴ്ന്നതോടെ കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശനോത്സവം വർണ്ണാഭമായി. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരമുറ്റങ്ങളിൽ സജീവമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് നിയന്ത്രണമില്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നു. ജൂൺ 9 തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള അനുമതിയുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയും കപ്പലപകടവും കടലോര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ട്രോളിംഗ് നിരോധന കാലം ഈ സമയത്താണ് എത്തുന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ തിങ്കളാഴ്ച രാത്രിയോടെ തീരത്തെത്തും. ചെറുതും വലുതുമായ വള്ളങ്ങളിൽ പണിക്ക് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാകും ഇനി മത്സ്യബന്ധനത്തിന് കടലിൽ ഉണ്ടാവുക. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ട്രോളിംഗ് നിരോധന കാലം കാത്തിരുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് മുന്നിൽ നിയന്ത്രണ രേഖയായി കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ട്. 45 യന്ത്രവൽകൃത ബോട്ടുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ജില്ലയിൽ ബോട്ടുകൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താൻ തുറമുഖങ്ങളില്ലാത്തതിനാൽ അഴീക്കൽ, കൊച്ചി തുറമുഖങ്ങളിൽ നിന്നാണ് ഇവ മത്സ്യബന്ധനത്തിന് പോകുന്നത്. മത്സ്യബന്ധന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്ത ചെറുതും വലുതുമായ 1750 വള്ളങ്ങളുണ്ട്. ഇവയിൽ 1500-ൽ താഴെ മാത്രമാണ് പണിക്ക് പോകുന്നത്. തോട്ടപ്പള്ളി തുറമുഖത്തിൻ്റെ പുലിമുട്ടിനുള്ളിൽ മണലടിഞ്ഞു കിടക്കുന്നതിനാൽ വള്ളങ്ങൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാനാകില്ല. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി. ഇതിനു പുറമെ കടൽ രക്ഷാപ്രവർത്തനത്തിനായി വാടകയ്ക്കെടുത്ത 2 യന്ത്രവൽകൃത ബോട്ടുകളിൽ ഒരെണ്ണം ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള അഴീക്കൽ തുറമുഖത്തും മറ്റൊന്ന് വടക്ക് ഭാഗത്തുള്ള തോപ്പുംപടിയിലും കേന്ദ്രീകരിച്ചായും പ്രവർത്തിക്കുക. വകുപ്പിന് സ്വന്തമായുള്ള FRP വള്ളം തോട്ടപ്പള്ളി തുറമുഖം കേന്ദ്രമാക്കിയും വാടകയ്ക്കെടുത്ത FRP വള്ളം ചെത്തി തുറമുഖം കേന്ദ്രമാക്കിയും പ്രവർത്തിക്കും. ജില്ലയിൽ 8 ലൈഫ് ഗാർഡർമാരുടെയും 10 സീ റെസ്ക്യൂ സ്ക്വാഡുമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ അഗ്രഹാരത്തിലെ അഗ്നിബാധ. 1/2 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ പരിശോധന തുടരും. ഇൻവെർട്ടറിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ആദ്യ റിപ്പോർട്ട്. ഇത് ഉറപ്പാക്കുന്നതിനായി കൂടുതൽ പരിശോധനകൾ അടുത്ത ദിവസങ്ങളിൽ നടത്തും. കത്തിനശിച്ച വീടുകളിൽ ഞായറാഴ്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ കൂടുതലായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. വീടുകളിൽ കത്തിനശിച്ച തടി ഉരുപ്പടികൾ കിടക്കുന്നത് പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടായി. അടുത്ത ദിവസം ഇവ നീക്കം ചെയ്തതിന് ശേഷമാകും വിശദമായ പരിശോധന നടത്തുക. അഗ്രഹാരത്തിലെ കെട്ടിടങ്ങൾക്ക് 75 വർഷത്തിലേറെ പഴക്കം. ഇവയുടെ മേൽക്കൂര, മച്ച്, കോണിപ്പടി, ഇടഭിത്തി തുടങ്ങിയവ തേക്കിലും മറ്റും നിർമ്മിച്ചതായിരുന്നു. ഇവയിലേക്ക് തീ പടർന്നതാണ് ആഘാതം വലുതാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:45 മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിനോട് ചേർന്ന മടത്തുമുറി അഗ്രഹാരത്തിലെ വീടുകൾക്ക് തീപിടിച്ചത്. ഇതിൽ 2 വീട് പൂർണ്ണമായും 3 എണ്ണം ഭാഗികമായും കത്തി നശിച്ചു. കൈലാസിൽ ഉഷാ മോഹനൻ്റെയും മകൻ അരവിന്ദ് മോഹനൻ്റെയും വീടുകളാണ് പൂർണ്ണമായും കത്തിയത്. തൊട്ടടുത്ത 2 വീട്ടിലേക്കും തീ പടർന്നു. ആലപ്പുഴ റെഡ്ഡിയാർ അസോസിയേഷൻ്റെ ഓഫീസ്, കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം എന്നിവ പ്രവർത്തിക്കുന്ന വീടുകൾ, മടത്തുമുറിയിൽ ബാലാജിയുടെ വീട് എന്നിവയാണ് ഭാഗികമായി കത്തിയത്. അരവിന്ദിൻ്റെയും ഉഷയുടെയും വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഇവർ വാടകയ്ക്ക് വീടെടുത്ത് തൽക്കാലത്തേക്ക് മാറി. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും പാത്രങ്ങളും കത്തിച്ചാമ്പലായി. അഗ്നിരക്ഷാസേനയുടെ 4 യൂണിറ്റ് എത്തി 3 മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീയണച്ചത്. ഇതിനിടെ ശനിയാഴ്ച വീടുകളിൽ നിന്നും വീണ്ടും പുക ഉയർന്നെങ്കിലും അഗ്നിരക്ഷാസേന എത്തി നിയന്ത്രിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. അറബിക്കടലിൽ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. കേസിന് പകരം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും നിർദ്ദേശം.
അറബിക്കടലിൽ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേസിന് പകരം ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാനും നിർദ്ദേശം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി നടത്തിയ കൂടിയാലോചനയിലാണ് തീരുമാനം. മെയ് 29-നാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിൽ ചർച്ച നടത്തിയത്. എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ പേരിൽ MSC കമ്പനിക്കെതിരെ കേസെടുക്കാമെന്ന രീതിയിലായിരുന്നു സർക്കാർ ആദ്യം മുന്നോട്ട് പോയത്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും അധികം കപ്പലുകൾ എത്തുന്നത് MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളവയാണ്. കമ്പനിയുമായി നിയമപ്രശ്നത്തിലേക്ക് പോയി ബന്ധം വഷളാക്കേണ്ടതില്ല എന്നതിനാൽ ഇൻഷുറൻസ് ക്ലെയിമുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിൻ്റെ തീരുമാനം. കമ്പനിയെ ക്രിമിനൽ കേസിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം ഇപ്പോൾ ഊന്നലെന്നും ഇൻഷുറൻസ് ക്ലെയിമിന് ഇത് സഹായകരമാകുമെന്നുമാണ് യോഗവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി A. ജയതിലക് തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. മെയ് 25-നാണ് അറബിക്കടലിൽ കപ്പൽ മുങ്ങി അപകടമുണ്ടാകുന്നത്. 29-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും തിരുവനന്തപുരത്ത് വെച്ച് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ജലനിരപ്പ് താഴ്ന്നതോടെ കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശനോത്സവം വർണ്ണാഭമായി. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്തേക്ക് എത്തി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ജൂൺ 2-ന് ആരംഭിച്ചെങ്കിലും കുട്ടനാട്ടിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നിരുന്നില്ല. ഒരാഴ്ച പിന്നിട്ട് തിങ്കളാഴ്ചയാണ് കുട്ടനാട്ടിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നത്. കനത്ത മഴ മൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതം കാരണം കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. കുട്ടനാട്ടിലെ ജലനിരപ്പ് അപകടനിലയ്ക്കും മുകളിൽ എത്തിയതാണ് ആശങ്ക സൃഷ്ടിച്ചത്. സംസ്ഥാനത്തെ പ്രവേശനോത്സവം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികൾക്ക് പരിഹാരമായി തുടങ്ങി. വെള്ളം കയറിയ വിദ്യാലയങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കി. വെള്ളപ്പൊക്ക കെടുതികൾ ചെറുക്കാൻ കുട്ടനാട് താലൂക്കിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സർക്കാർ ആരംഭിച്ചത്. ഇതിൽ 14 സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു. വെള്ളം താഴ്ന്ന് ആളുകൾ തിരികെ വീട്ടിലേക്ക് പോയതോടെ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. തിങ്കളാഴ്ച പ്രവേശനോത്സവം നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പ്രവേശനോത്സവം ഗംഭീരമാക്കാൻ സ്കൂളുകളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. പുതുതായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ പല സ്കൂളുകളിലും ഒരുക്കിയിരുന്നു. ബന്ധുവീടുകളിലും മറ്റും അഭയം തേടിയിരുന്നവരും ഞായറാഴ്ച അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി. ജലനിരപ്പ് സാധാരണ നിലയിലെത്തിയെങ്കിലും പാടശേഖരങ്ങൾക്ക് നടുവിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പല വഴികളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. മങ്കൊമ്പ് തെക്കേക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്ത് വെള്ളക്കെട്ടുണ്ട്. ഇവിടെ വെള്ളമില്ലാത്ത ഭാഗങ്ങളിലാണ് ക്ലാസുകൾ സജ്ജമാക്കിയിരുന്നത്. വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. കിഴക്കേ മിത്രകരി LP സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി മോൾ മുട്ടുംപുറം ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കാത്ത ഒട്ടുമിക്ക സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നു. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴി വെള്ളമാണെങ്കിലും മാതാപിതാക്കൾ പല കുട്ടികളെയും എടുത്തുകൊണ്ടാണ് സ്കൂളിലെത്തിയത്. സ്കൂൾ തുറന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. വെള്ളപ്പൊക്കം കാരണം ഒരാഴ്ച സ്കൂൾ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറന്നതിനാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടീച്ചർമാരെയും കൂട്ടുകാരെയും കണ്ടതിനാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പുതുതായി സ്കൂളിലെത്തിയ കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. ടൈം ന്യൂസ്, കുട്ടനാട്. തലവടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ആനപ്രാമ്പാൽ ന്യൂ LP സ്കൂളിലാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. തലവടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തലവടി സബ് ജില്ലയിലെ 2 സ്കൂളുകളിലെ 2 കുട്ടികൾക്ക് മാത്രമാണ് LSS ലഭിച്ചത്. അതിലെ ഒരു സ്കൂൾ ഈ ആനപ്രമ്പാൽ LP സ്കൂളാണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ആ ഒരു അഭിമാന നേട്ടത്തിൽ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അടുത്ത വർഷം കൂടുതൽ കുട്ടികൾ അത്തരം സ്കോളർഷിപ്പ് വാങ്ങാൻ ഇടയാകട്ടെ. അതിന് പ്രാപ്തരായ അധ്യാപകരാണ് ഓരോരുത്തരും. അവരെ സ്കൂളിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനം. എനിക്കറിയാം, പഞ്ചായത്തിൽ നിരന്തരം കയറി ഇറങ്ങി എല്ലാ ആവശ്യങ്ങളും നമ്മളെ നിരന്തരം ഫോണിൽ വിളിച്ചുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന അധ്യാപകരും PTA-യുമാണ് ഇവിടെയുള്ളത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുജി സന്തോഷ്
അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ പി ജേക്കബ്, HM ദീപ നായിക് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് തലമണി. രാമങ്കരിയിലെ സഹൃദയ സ്പെഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ പരിശീലനം നൽകുന്ന രാമങ്കരി സഹൃദയ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സുമ മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. രാമങ്കരി സബ് ഇൻസ്പെക്ടർ മുരുകൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വളരെ സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്ററിനെ കിട്ടിയത്. പാരൻസിനോട് കൂടാണ് കൂടുതൽ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും മറ്റ് ആശംസകൾ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ വന്നേക്കുന്ന ഞങ്ങളുടെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിജു, ഇത് ജനമൈത്രി പോലീസിൻ്റെ 2 ഉദ്യോഗസ്ഥരാണ്. നവാഗതർക്ക് സ്വീകരണവും സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു. വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിലേക്ക് പുതുതായി ചേർന്ന ഗൗതം രാജേഷ്, ശരത് എന്നിവർക്ക് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ വിതരണവും ഇതോടൊപ്പം നടന്നു. PTA പ്രസിഡന്റ് ബിന്ദു ബോബൻ ആശംസ അർപ്പിച്ചു. അധ്യാപക പ്രതിനിധി മറിയമ്മ മാത്യു നന്ദി പറഞ്ഞു. PTA പ്രസിഡന്റ് ബിന്ദു ബോബൻ സ്വാഗതം പറഞ്ഞു. അധ്യാപക പ്രതിനിധി മറിയാമ്മ മാത്യു നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് രാമങ്കരി. ചേർത്തല പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു. ചേർത്തല പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ പ്രവേശനോത്സവം ആരംഭിച്ചു. ഫാദർ ഷെബിൻ കുട്ടികൾക്ക് പ്രാർത്ഥനാ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. First B, Megha teacher. CC എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ ജോവി ജോൺ, മദർ സുപ്പീരിയർ സിസ്റ്റർ എൽസ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ, നഴ്സറി പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയ് ഫ്ലവർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ കായിക്കര ജംഗ്ഷനിൽ വാഹനാപകടം. പിക്കപ്പ് വാനിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. സുഹൃത്തിന് പരിക്ക്. എസ്എൽപുരം സ്വദേശി 28 വയസ്സുള്ള വിശാലാണ് മരിച്ചത്. മാരാർകുളം എസ്എൽപുരം വടക്കേടത്ത് ചന്ദ്രൻ്റെ മകൻ 28 വയസ്സുള്ള വിശാലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സൂരജിന് പരിക്ക്. മുഹമ്മ പുത്തനമ്പലം കിഴക്ക് കായിക്കര ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് 6:30 അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ വിശാലിനെയും സൂരജിനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിശാലിനെ രക്ഷിക്കാനായില്ല. എസ്എൽപുരം പഞ്ചവടിയിൽ സുമിത്രൻ്റെ മകനാണ് പരിക്കേറ്റ സൂരജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബിന്ദുവാണ് മരിച്ച വിശാലിൻ്റെ മാതാവ്. വിഷ്ണു സഹോദരനും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തല ഒറ്റമശ്ശേരി പൊഴിച്ചാലിൽ നീന്താനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഒറ്റമശ്ശേരി നിവർത്തിൽ വീട്ടിൽ ലാലിൻ്റെ മകൻ 25 വയസ്സുള്ള ബിബിൻ ലാലാണ് മരിച്ചത്. ചേർത്തലയ്ക്കടുത്ത് ഒറ്റമശ്ശേരിയിൽ പൊഴിച്ചാലിൽ നീന്തുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. കടക്കരപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിൽ ഒറ്റമശ്ശേരി നിവർത്തിൽ വീട്ടിൽ ലാലിൻ്റെ മകൻ 25 വയസ്സുള്ള ബിബിൻ ലാലാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കളോടൊപ്പം പൊഴിച്ചാലിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴുകയായിരുന്നു. സമീപവാസികൾ കരക്കെത്തിച്ച് അർത്തുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബിന്ദു മാതാവും വിഷ്ണുലാൽ സഹോദരനും സംസ്കാരം നടത്തി.
ടൈം ന്യൂസ് ചേർത്തല. വീടിന് സമീപത്തെ തോട്ടിൽ വീണ ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചേർത്തല മുനിസിപ്പൽ 4-ാം വാർഡ് നെടുമ്പ്രക്കാട് ആശാരിശ്ശേരിയിൽ പി ഷാജികുമാറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ചേർത്തല മുനിസിപ്പൽ 4-ാം വാർഡിൽ ആശാരിശ്ശേരിയിൽ പി ഷാജികുമാറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. ചൂണ്ടയിടാൻ പോയതാണെന്ന് വീട്ടുകാർ പറഞ്ഞു. ചേർത്തല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വർഷങ്ങളായി വിദ്യാർത്ഥികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് ചെയ്യുന്നത്. സിന്ധു ആണ് ഭാര്യ. അഖിൽ എസ് കുമാർ, അനൂപ് എസ് കുമാർ എന്നിവർ മക്കളും മഞ്ജു അഖിൽ മരുമകളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ടൈം ന്യൂസ് ചേർത്തല. അമ്പലപ്പുഴ പുറക്കാട് SNDP ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ പുറക്കാട് പൂന്തല 727 നമ്പർ SNDP ശാഖായോഗം സംഘടിപ്പിച്ച അനുമോദനവും പഠനോപകരണ വിതരണവും എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. എത്ര പുസ്തകം നമ്മൾ വായിച്ചാലും ആ പഴയകാല ജീവിതം അങ്ങനെയായിരുന്നു എന്നുള്ളത് അത്രയും ആഴത്തിൽ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യത്തിൽ പക്ഷേ പലരുടെയും മനസ്സിൽ കയറില്ല. ഈ നാട്ടിൽ ഒരുപറ്റം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർ അടിച്ചമർത്തപ്പെട്ടത്, അവർ അനുഭവിച്ച പ്രയാസത്തിന്റെ കാരണം ജാതിയായിരുന്നു എന്നുള്ളതാണ്. ജാതീയമായി ഭേദത്തിന്റെ ഭാഗമായി ഉണ്ടായ അടിച്ചമർത്തലായിരുന്നു ഈ കേരളത്തിന്റെ പോയകാല കേരളത്തിന്റെ ഒരു നേരായ ജീവിതം, സാമൂഹികമായ ജീവിതം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണ്. SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ശാഖായോഗം പ്രസിഡന്റ് N വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ സ്കോളർഷിപ്പ് വിതരണവും SNDP യൂണിയൻ കൗൺസിലർ G രാജേഷ് പഠനോപകരണ വിതരണവും നടത്തി. റിട്ടയർഡ് SI ഷിബു എസ് പൊള്ളയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം B സജികുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ജയലത സതീഷ് കുമാർ, സെക്രട്ടറി സോമിനി രാജേന്ദ്രൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് ശരത് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി G ജെമിനി സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് അമ്പലപ്പുഴ. ലോക സിനിമയുടെ വമ്പൻ വേദിയായ കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ തരംഗം സൃഷ്ടിച്ച 2 മലയാളി വനിതകൾ, അതും ചേർത്തല സ്വദേശിനികൾ. ഷെറിൻ മുഹമ്മദും മഞ്ജു കുര്യാക്കോസും. നാടിനും അഭിമാനം. ലോക സിനിമയുടെ വമ്പൻ വേദിയായ കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ തരംഗം സൃഷ്ടിച്ച ചേർത്തലക്കാരായ 2 വനിതകൾ. സിനിമാ പ്രവർത്തകർക്ക് മാത്രമല്ല, ഫാഷൻ ഡിസൈനർമാർക്കും കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റ് സ്വപ്നമാണ്. 2025 ആ സ്വപ്നം സഫലമാക്കിയത് ഒന്നല്ല 2 മലയാളി വനിതകൾ. ചേർത്തല സ്വദേശിനിയും കനേഡിയൻ പൗരയുമായ ഷെറിൻ മുഹമ്മദും ചേർത്തലയിലുള്ള മഞ്ജു കുര്യാക്കോസ് എന്ന ഫാഷൻ ഡിസൈനറും. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള സമഗ്ര സംഭാവനകൾക്ക് ആദരമായിട്ടാണ് ഷെറിനെ കാൻ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചത്. ഷെറിൻ റെഡ് കാർപ്പറ്റിൽ എത്തിയതാകട്ടെ മഞ്ജു രൂപകൽപ്പന ചെയ്ത സാരി ഗൗൺ ഫ്യൂഷൻ വസ്ത്രമണിഞ്ഞു. ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞയായ ഷെറിൻ മുഹമ്മദ് 2024 മിസിസ് ഇൻഡോ കാനഡ എർത്ത് കിരീടം നേടിയിരുന്നു. നിരവധി അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ നോവോ കോസ്മോ വേൾഡ് വൈഡ് പേജൻസിൻ്റെ സഹസ്ഥാപക കൂടിയാണ് ഷെറിൻ. ചേർത്തലയിലെ കോൺഗ്രസ് നേതാവ് പൂത്തോട്ട സ്റ്റാർ വ്യൂവിൽ റൊട്ടേറിയൻ അബ്ദുൾ ബഷീറിൻ്റെയും റിട്ടയർഡ് നഴ്സ് സൂസന്ന ബഷീറിൻ്റെയും മകൾ. കാനഡയിലുള്ള ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഷിബിൻ ഭർത്താവാണ്. അലൈൻ, സുഹാന എന്നിവർ മക്കൾ. ഷെബിൻ, ഡോക്ടർ ഫൈസൽ എന്നിവർ സഹോദരങ്ങളും. Can Film Festival like your invite kitty, yes, but the most stressful part was to find the gown. And എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I wanted to bring in both the cultures together. As a Canadian, I did want to bring some part of the Western into the dress. And being rooted in India, I also wanted to bring the Indian culture in. So, രണ്ട് cultures combined ചെയ്തിട്ട്, but yet we should equally represent both. So that was the way I wanted to bring in the gown into life here. And the second part why I chose Tarang House is because as a firm believer of women economic empowerment and someone like we want to uplift, the first thing we have to do is we uplift ourselves, then we uplift the others around us. So I wanted to see someone who's local. I wanted to see whom I want to work with. I want to showcase their talents, their hidden, passion. So I contacted Tarang House at this point, and then Manju chatting in a discuss. We both were also very keen on the fact that we didn't want
the gowns that generally people wear in Cannes. They all wear tulle gowns, ball gowns, A-line, and we wanted to bring a unique feature to it. Anganana, we started working on what concepts we like, inspirations, we changed ideas and everything, and that way we started to work on this dress too. Red carpet work കഴിഞ്ഞപ്പം, it was really an unbelievable moment for me still. I think even now I still don't believe that I was able to walk the red carpet where legends have walked the carpet. And the most important thing which I learned from this is the fact that opportunities comes in different ways, in different shapes, and unbelievable ways it will come to you. For example, I'm a scientist, I do lab works, I do research, I do experiments. I will never ever think that Cannes Film Festival is an invite that I'm going to get in my life. But the fact that what I learned from this opportunity is that they come to you because you have a passion for it, you have a calling for it, or it is an opportunity that is asking you to explore the hidden talent in you or the hidden passion that you have. So it is not necessary namukku oru karyam matram namukku cheyda madi. You could always explore more options, more talents, more passions, and never limit yourself. Keep yourself open to all the opportunities that are out there. Never doubt yourself that, did I deserve it or not? Cheyyam pattu, capable ano, and enikku endondana ingane oru opportunity kittadu. No, don't do any of that sort. You just have to give in to that opportunity, and you will really explore the full potential of who you are. So that is what I learned. റെഡ് കാർപ്പറ്റിൽ ഷെറിനെ മിന്നിച്ചത് മഞ്ജു കുര്യാക്കോസ് എന്ന ചേർത്തലയിലെ ഫാഷൻ ഡിസൈനർ. ഇന്ത്യൻ പാരമ്പര്യത്തെയും ആഗോള സ്വാധീനത്തെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വസ്ത്രം തയ്യാറാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് മഞ്ജു പറഞ്ഞു. പീകോക്ക് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. അപ്പം പീകോക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു ഡ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു തീമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഷെറിനുമായിട്ട് ആ ആശയം പങ്കുവച്ചു. ഷെറിനും അത് അക്സെപ്റ്റ് ചെയ്തു. ഷെറിനും സന്തോഷമായിരുന്നു അങ്ങനെ ഒരു തീം പറഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെയാണ് ഞങ്ങളിത് രണ്ടുപേരും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ഡിസൈനുകൾ അയച്ചു കൊടുക്കും. ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ബോഡി പോർഷൻ, ഇങ്ങനെ ഗൗണിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെ ആയിരിക്കും, സ്കേർട്ട് പോർഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ തമ്മിൽ കുറേ ഓൺലൈനായിരുന്നു കൂടുതലും എല്ലാ ഡിസ്കഷൻസും. കാരണം ഷെറിൻ കാനഡയിലാണ്, ഞാൻ ഇവിടെയാണ്. ഈവൻ മെഷർമെൻറ്റ്സ് പോലും എനിക്ക് ഓൺലൈനാണ് എടുക്കാൻ പറ്റിയത്. പക്ഷേ ഇത് വളരെ നല്ലൊരു ഫാസിനേറ്റിംഗ് പ്രോസസ്സായിരുന്നു. കാരണം ഒന്നാമത് ക്യാൻസിൽ വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്യുന്നെന്നുള്ള ഒരു സന്തോഷം, പിന്നെ ഇതൊരു തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതാണ്ട് ഫെബ്രുവരി മാസം തന്നെ സ്കെച്ചിങ് തുടങ്ങി. പല ഡിസൈൻസും വരച്ച് ഞാൻ തന്നെ ഒരു ഫൈനലൈസേഷനിൽ വന്നു. എന്നിട്ട് ഷെറിനായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഫൈനലൈസേഷനിൽ വന്ന് ഈ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് പ്രോസസ്സിലേക്ക് തുടങ്ങിയത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയിലേക്ക് എത്തിയത്. മയിലിൻ്റെ തലയും പീലികളും എംബ്രോയിഡറി ചെയ്തുകൊണ്ടുള്ള ഡിസൈൻ. 70 മീറ്ററിലധികം തുണിയും കല്ലുകളും മുത്തുകളും ആവശ്യമായി വന്നു. മയിലിൻ്റെ തിളക്കം അനുസ്മരിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലാണ് വസ്ത്രം തയ്യാറാക്കിയത്. ഏകദേശം 4 മാസമെടുത്താണ് വസ്ത്രം തയ്യാറാക്കിയത്. ഷെറിൻ ആദ്യം വിളിച്ചപ്പോൾ സ്വപ്നം പോലെ തോന്നി. കാൻ ഫെസ്റ്റിവലിൽ വസ്ത്രം തുന്നാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നും മഞ്ജു പറഞ്ഞു. ബ്രാൻഡായ തരംഗ് കഴിഞ്ഞ 15 വർഷമായി ഫാഷൻ ക്ലാസിക്കുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ജുവിൻ്റെ ഡിസൈനുകളിൽ പാർവതി ഓമനക്കുട്ടൻ, പ്രയാഗ മാർട്ടിൻ, അനുശ്രീ തുടങ്ങിയവർ പല വേദികളിലും തിളങ്ങിയിട്ടുണ്ട്. ബംഗളൂരു ഫാഷൻ സാഗയിലും മഞ്ജുവിൻ്റെ തരംഗം സൃഷ്ടിച്ചു. ഫാഷൻ സ്റ്റൈലിങ്ങിൽ പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം നേടിയ മഞ്ജു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്ന് ഹോം സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. ചേർത്തല കണ്ടംകുളങ്ങര ചെറുപുഷ്പം വീട്ടിൽ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന കുര്യാക്കോസിൻ്റെ ഭാര്യയാണ് മഞ്ജു കുര്യാക്കോസ്. ചേർത്തല കോടതിക്ക് വലയ്ക്ക് കിഴക്ക് കുപ്പിക്കവലയിൽ പ്രവർത്തിക്കുന്ന ചെറുപുഷ്പം ഇലക്ട്രിക്കൽസ് ഉടമ. ഇവിടെ തന്നെയാണ് മഞ്ജുവിൻ്റെ തരംഗ് എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. കെവിൻ ജെ കുര്യാക്കോസ് മകൻ. ചേർത്തല കിണറ്റുകര വീട്ടിൽ KS ജോസഫിൻ്റെയും മേഴ്സിയുടെയും മകളാണ് മഞ്ജു കുര്യാക്കോസ്. ലോകം ഉറ്റുനോക്കുന്ന കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ മഞ്ജുവിൻ്റെ തരംഗിലൂടെ ഷെറിൻ തരംഗം സൃഷ്ടിച്ച് ലോകശ്രദ്ധ നേടി. ഇരുവരും മലയാളികൾ,
ചേർത്തല സ്വദേശികൾ. നാടിനും അഭിമാനം. ടൈം ന്യൂസ്, ചേർത്തല. വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുമായി പുതിയ സംവിധാനമൊരുക്കി മുഹമ്മയിലെ യുവശാസ്ത്രജ്ഞൻ ഋഷികേശ്. വെള്ളപ്പൊക്കം നിയന്ത്രണത്തിന് അപ്പുറത്തെത്തുമ്പോൾ അലാറം മുഴക്കി ജനങ്ങളെ ഉണർത്തുന്നതാണ് പുതിയ സംവിധാനം. മുഹമ്മയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആരംഭഘട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പുതിയ സംവിധാനമാണ് ഋഷികേശ് കണ്ടുപിടിച്ചത്. നിശ്ചിത ഘട്ടവും കഴിഞ്ഞ് ജലനിരപ്പ് ഉയരുമ്പോൾ അലാറം മുഴക്കി ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നതാണ് സംവിധാനം. കാലം തെറ്റിവരുന്ന കാലാവസ്ഥ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക്, പ്രത്യേകിച്ച് അതിവർഷത്തിനും തുടർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും കാരണമായി മാറുന്നു. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടയാനാവില്ല. എന്നാൽ അത്തരം ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയും. വെള്ളപ്പൊക്കം ആരംഭത്തിൽ തന്നെ വയർലെസ് സാങ്കേതിക വിദ്യയിലൂടെ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന സംവിധാനമാണ് പുതുതായി വികസിപ്പിച്ചതെന്ന് ഋഷികേശ് പറഞ്ഞു. നമുക്ക് വെള്ളപ്പൊക്കം തടയാനായിട്ടാവില്ല. പ്രകൃതി ദുരന്തങ്ങൾ, അത്തരം വെള്ളപ്പൊക്കങ്ങൾ വരുമ്പോൾ അത് അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അതൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ പ്രളയത്തിന്റെ കാഠിന്യം കൂടുന്നതിന് മുൻപായിട്ട് ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റും. പ്രായമുള്ള അപ്പച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ആ അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, അതുപോലെ കന്നുകാലികൾ, കുട്ടികൾ, ഇതൊക്കെയാണ് നമുക്ക് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഘടകങ്ങൾ. വെള്ളപ്പൊക്കം ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ സൈറൺ മുഴങ്ങുന്നു. ജലത്തിൻ്റെ ഉയർച്ചയുടെ പരിധി നമുക്ക് തന്നെ നിശ്ചയിക്കാവുന്നതാണ്. അങ്ങനെ നിശ്ചയിച്ചു വയ്ക്കുന്ന ആ പരിധിക്ക് മുകളിൽ ജലനിരപ്പ് ഉയരുമ്പോൾ സെൻസറിലെ ഇലക്ട്രോണിക് സർക്യൂട്ടറി അന്തരീക്ഷത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. ഈ സിഗ്നലുകൾ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എത്തിച്ചേരുവാൻ പര്യാപ്തമാണ്. സിഗ്നലുകൾ റിസീവറിൽ എത്തിച്ചേരുമ്പോൾ ഉച്ചത്തിലുള്ള സൈറൺ മുഴങ്ങും. ജനങ്ങൾക്ക് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. 5 വർഷം വരെ സെൻസറിലെ ബാറ്ററി മാറ്റിയിടേണ്ട എന്നുള്ളതും ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ്. ഈ സംവിധാനത്തിൽ തന്നെ ഭൂകമ്പം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുവാനും കഴിയുന്ന രീതിയിൽ സെൻസറുകൾ മാറി ഘടിപ്പിക്കുവാനും കഴിയും. മുഹമ്മയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ഋഷികേശ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പുതിയ ഉപകരണം, വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ ഭൂചലനം, ഈ 3 കാര്യങ്ങൾ അതിൻ്റെ തുടക്ക സമയത്ത് തന്നെയും ഒരു അലാറത്തിലൂടെ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ്. വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നമ്മളിപ്പോൾ കണ്ടത്. വലിയ അതിനുള്ളിൽ ഒരുപാട് നാളത്തെ ഋഷികേശിൻ്റെ അധ്വാനമുണ്ട്. അപ്പോൾ നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വാട്ടർ ലെവൽ വരെയും പാതിരാത്രിയാണ്, വെള്ളം ഉയർന്നു വരുന്നത് അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയന്ന് കിടന്നുറങ്ങേണ്ട കാര്യമില്ല. നമ്മളൊരു ലെവൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് വെള്ളം എത്തിയാൽ തന്നെ അലാറത്തിലൂടെ എല്ലാവരെയും അറിയിക്കാൻ കഴിയുന്ന തരത്തിൽ, ഒരു കിലോമീറ്റർ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു വയർലെസ് സന്ദേശം പോലെ തന്നെ ഇത് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഏത് പാതിരാത്രിയിലാണെങ്കിലും ആ മുന്നറിയിപ്പ് ലഭ്യമാകുമ്പോൾ അവർക്ക് ഉണർന്ന് എഴുന്നേറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു ഡിവൈസ് ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളെയൊക്കെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് ഋഷികേശ്. തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, അത് ഗ്രാമീണ മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന തരത്തിലാണ് ലോകം ആദരിക്കേണ്ട ഒരാളാണ് ഋഷികേശ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാടിന് ഉപകാരപ്പെടുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെ ശ്രദ്ധേയനാവുന്ന ഋഷികേശിനെ മന്ത്രി പി പ്രസാദ് അഭിനന്ദിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സ്റ്റാർട്ടിംഗ് പിഴവുകൾ മൂലമുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ഋഷികേശ് കണ്ടെത്തിയ മാർഗമാണ് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. നാടിന് ഉപകാരപ്പെടുന്ന നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെ ശ്രദ്ധേയനായി മാറുകയാണ് മുഹമ്മയിലെ CS ഋഷികേശ്. മുഹമ്മ ചിറയിൽ പരേതനായ സുകുമാരൻ്റെയും രത്നമ്മയുടെയും മകനാണ് CS ഋഷികേശ്. സംസ്ഥാന ജലഗതാഗത വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് CS ശുഭ മോൾ സഹോദരിയാണ്. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 50 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ല. ആലപ്പുഴ മുല്ലക്കൽ തെരുവിലെ അഗ്രഹാരത്തിലെ അഗ്നിബാധ. 1/2 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമെന്ന പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ പരിശോധന തുടരും.
അറബിക്കടലിൽ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേസിന് പകരം ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാനും തീരുമാനം. ജലനിരപ്പ് താഴ്ന്നതോടെ കുട്ടനാട്ടിലെ വിദ്യാലയങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശനോത്സവം വർണ്ണാഭമായി. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരമുറ്റങ്ങളിൽ സജീവമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.